വളകത്തെ KCB സെക്ഷൻ ഓഫീസ് പുതിയ വാടക കെട്ടിടത്തിലേക്ക് മാറുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന ഇലക്ട്രിസിറ്റി സെക്ഷൻ ഓഫീസാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് വാടക കെട്ടിടത്തിലേക്ക് മാറുന്നത്. ഒരുപാട് അസൗകര്യങ്ങളും മറ്റും ഉണ്ടായിരുന്ന ഒരു സെക്ഷൻ ഓഫീസായിരുന്നു വാളകത്ത്. ഇതിനു മുമ്പ് വാളകം സെക്ഷൻ ഓഫീസ് വാളകം ജംഗ്ഷനിലായിരുന്നു. ആ വസ്തു അതിൻ്റെ ഉടമസ്ഥന് വിറ്റപ്പോഴാണ് ആ സെക്ഷൻ ഓഫീസ് ഇങ്ങനെ മെഴ്സി ഹോസ്പിറ്റൽ ജംഗ്ഷനിലേക്ക് പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിലേക്ക് മാറിയത്. പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൽ മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന 2-3 മുറി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന സെക്ഷൻ ഓഫീസ് ഇന്ന് ഏതാണ്ട് 18,000-ലധികം, ഏതാണ്ട് 20,000-ഓളം വരുന്ന ഉപഭോക്താക്കളുള്ള കൊട്ടാരക്കരയിലെ തന്നെ ഏറ്റവും വലിയ സെക്ഷൻ ഓഫീസാണ് വാളകത്ത് സെക്ഷൻ ഓഫീസ്. അതിന് സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതിൽ കൊട്ടാരക്കരയുടെ MLA ആയി ശ്രീ KN ബാലഗോപാൽ വന്നതോടുകൂടി കൊട്ടാരക്കരയിൽ മെഴ്സി ഹോസ്പിറ്റലിന് മുമ്പിലുണ്ടായിരുന്ന KSTB പുരയിടത്തിൽ ഒരു 20 kV സബ്സ്റ്റേഷനും അതിനോടൊപ്പം തന്നെ ഒരു സെക്ഷൻ ഓഫീസും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ആരംഭിച്ചിരുന്നു. അതിൻ്റെ സർവേയും മറ്റേയും നടപടികൾ പൂർത്തീകരിച്ചപ്പോഴാണ് MC റോഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ KSTP റോഡ് 4 വരി പാതയാകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചത്. ആ സമയത്ത് KSTPയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പുരയിടങ്ങളെല്ലാം തന്നെ ഒരു പുരയിടവും മറ്റ് ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കരുത് എന്നുള്ള കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനപ്രകാരമാണ് ആ സബ്സ്റ്റേഷന്റെയും അതേപോലെ തന്നെ സെക്ഷൻ ഓഫീസിന്റെയും പ്രവർത്തനം താഴ്ത്തി വെക്കേണ്ടി വന്നത്. എന്തായാലും നാട്ടുകാരുടെയും കൊട്ടാരക്കര MLAയുടെയും ജനങ്ങളുടെയും എല്ലാം വികാരത്തെ മാനിച്ച് സ്ഥലം കണ്ടെത്തുന്ന മുറയ്ക്കൊരു സെക്ഷൻ ഓഫീസിലേക്ക് മാറ്റേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഈ സെക്ഷൻ ഓഫീസ് മാറ്റുന്നത്. ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുജനങ്ങൾക്ക് വന്നു പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും പുതുതായി സെക്ഷൻ ഓഫീസിലേക്ക് മാറുന്നതിൽ ജനങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ വ്യക്തിപരമായി നല്ല സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. സെക്ഷൻ ഓഫീസ് മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശം നമ്മുടെ വാളകം സെക്ഷൻ ഓഫീസുള്ള നിയോജക മണ്ഡലത്തിൻ്റെ നമ്മുടെ ബഹുമാന്യനായ MLA ബഹുമാന്യനും അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യ മന്ത്രി KN ബാലഗോപാൽ സാറിൻ്റെ ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജോൺസൺ സാറാണ്. ജോൺസൺ സാറ് നമ്മുടെ ഈ ഓഫീസ് മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേണ്ട എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും ചെയ്തു തരുന്ന വേണ്ടിയിട്ട് വളരെ ക്രിയാത്മകമായിട്ട് താലൂക്ക് സഭയിലൊക്കെ വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശമാണ് അദ്ദേഹം ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് അതിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന് ഭാഗത്തുണ്ട്. താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിലും വായന പരിപോഷിപ്പിക്കുന്നതിന് ഒത്തിരി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി വരികയാണ്. അങ്ങനെ സാംസ്കാരികപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെ നമ്മുടെ ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഡ്വക്കേറ്റ് ജോൺസൺ സാറിനെ വളരെ സ്നേഹപൂർവ്വം പരിപാടിയിലേക്ക്